എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ ആണ്. രായൻ ധനുഷ് സ്ക്രിപ്റ്റ് എഴുതി ധനുഷ് തന്നെ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ് രായൻ. ആളുടെ 50ാമത്തെ ചിത്രം. സൺ പിക്ചേഴ്സാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ധനുഷിൻ്റെ 50ാമത്തെ സിനിമയാണല്ലോ, അതൊരു ബെഞ്ച് മാർക്ക് ആവണം. നമ്മുടെ മഹാരാജയെ കണ്ടില്ലേ, വിജയ് സേതുപതിയുടെ ഒരു ബെഞ്ച് മാർക്ക് സിനിമയാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. മച്ചാനാട്ടോ സിനിമ കണ്ടിട്ടുള്ളത്? സിനിമ കണ്ടത് ഞാനാണ്, ശരിയാണ്. പക്ഷെ ഇമാര് കോപ്പിലെ ചോദ്യം ചോദിക്കുന്നത് ഇത് ബെഞ്ച് മാർക്ക് ആകുമല്ലോ. പക്ഷെ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ബെഞ്ച് മാർക്ക് ആകുമോന്ന് ചോദിച്ചാൽ ആയേക്കാം. കാരണം ആളുടെ ഡയറക്ഷന്റെ ഒരു ബ്രില്യൻസ് നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. അത് വെച്ചിട്ട് നോക്കുമ്പോ അതൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും. 50ാമത്തെ സിനിമ ധനുഷ് തന്നെ ഡയറക്ട് ചെയ്ത സിനിമ. ഡയറക്ഷൻ കരിയറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ബെഞ്ച് മാർക്കായി കടന്നേക്കാം. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിലേക്ക് വരാം. സ്ക്രിപ്റ്റും ധനുഷ് തന്നെയാണ്. സ്ക്രിപ്റ്റിന്റെ കാര്യത്തില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോരായ്മ ഉള്ളതുപോലെ തന്നെ തോന്നിയിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ നമ്മുടെ മുന്നിലേക്ക് തരുമ്പോൾ അതിന്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്കിങ്ങനെ കണ്ടിങ്ങനെ അതിന്റെ ബാലൻസ് ആയിട്ട് തന്നെ ഇങ്ങനെ പോകണം. ഇത് പല സ്ഥലത്തും അത് കിട്ടാത്തത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും മനസ്സിലാവും, അയ്യോ എന്തിനാണ് അവരവിടെ കാണിച്ചത് എന്നൊക്കെ തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന പോലെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ ബെഞ്ച് മാർക്ക് ആവും. ഡയറക്ടർ എന്ന നിലയിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് വളരെ മോശമായി പോയിട്ടുണ്ട്. അത് മേക്ക് ചെയ്തേക്കുന്ന രീതിയൊക്കെ ഗംഭീരമാണ്. അതെന്തെന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ധനുഷിന്റെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞത്. ആക്ഷൻ ആയിക്കോട്ടെ, പിന്നെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, പിന്നെ മ്യൂസിക് എല്ലാം ഒന്നുകൂടി പറയാട്ടോ. അപ്പോഴേക്കും എടുത്ത് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷാണ് ഇതിനകത്ത് നായകനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം ധനുഷിന്റെ കാര്യം, പെർഫോമൻസിന്റെ കാര്യത്തിൽ ധനുഷ് പക്കയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഈ സിനിമയിലും അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാറ്റമില്ല, ഒരു മാറ്റവും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, ദുഷ്ര വിജയൻ, ഇവര് 3 പേരുമാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ധനുഷ് കഴിഞ്ഞാൽ ഇവര് 3 പേരുമാണ്. പിന്നെ എസ് ജെ സൂര്യ ഉണ്ട്. ഇതൊന്നും ഞാൻ വിട്ടു പറയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിനിമ കാണുമ്പോൾ കുറെ സാധനങ്ങൾ മിസ്സാവും. അതായത് സ്റ്റോറി ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോലും അത് സ്റ്റോറിയിലേക്ക് കണക്ഷൻ ആവും, സ്പോയിലർ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വിട്ടു പറയാത്ത കേട്ടോ. പിന്നെ സെൽവരാഘവനുണ്ട്, അപർണ ബാലമുരളിയുണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, വരലക്ഷ്മി ഉണ്ട്. വലിയൊരു കാസ്റ്റിംഗ് തന്നെയാണ്. എന്നാൽ ഇവർക്ക് എല്ലാം ഉള്ള റോളുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് മോശമെന്ന് തോന്നിയത് വരലക്ഷ്മിന്റെ ക്യാരക്ടർ മാത്രമാണ് കേട്ടോ. അഭിനയം നല്ല ആള് ഇത് വരലക്ഷ്മി ആണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. അത് കഴിവിന്റെ അല്ലെന്ന്, രൂപം തന്നെ മാറിപ്പോയിട്ടുണ്ട്. അതായത് മേക്കപ്പിലൊന്നും മാറിയിരിക്കുന്നല്ല, അല്ലാതെ തന്നെ മാറി. നമുക്കിപ്പോ ഒരു മേക്കപ്പ് അത് ശരിയായിരിക്കും. വേറെ ആളായി വന്നു ആൾക്ക് കൊടുക്കേണ്ട അത് നല്ലൊരു സംഭവല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ അപർണ ബാലമുരളി അതിൽ മേക്ക് ഓവറാണ്. അതൊരു തമിഴ് ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. ഇത് വരലക്ഷ്മിന്റെ മാത്രമാണ് ക്യാരക്ടർ കുറച്ച് വീക്കായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും പെർഫോമൻസ് ബേസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് ഏറ്റവും എനിക്ക് ഇതായിട്ട് തോന്നിയത് ഈ കണക്ഷൻ ഇല്ലായ്മയാണ് നമ്മുടെ സിനിമയെ നമ്മളെ അകറ്റി നിർത്തുന്നത്. അതൊരു ഭയങ്കര ഒരു പോരായ്മ തന്നെ കേട്ടോ. ഇത് ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ട് ആ ഒരു കണക്ഷൻ നമുക്ക് കാണുന്ന നമ്മുടെ ഉള്ളിലേക്ക് ഡൗട്ട് ഇട്ട് തരികയാണ്. അതായത് തമ്മിൽ ബന്ധമില്ല. അതായത് ഇപ്പം ഒരു സംഭവം നടക്കുന്നു, അതിന്റെ തൊട്ട് മുന്നത്തതൊക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ പിറ്റത്തെ സീനിൽ അല്ലെ അടുത്ത സീനിൽ വരുന്ന സമയത്ത് അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ മുന്നിൽ വന്ന് പറയേണ്ട അവസ്ഥ വരികയാണ്. അതായത് നമ്മളോട് പറയുകയാണ്, അത് കാണിക്കുന്നില്ല. അത് കാണിക്കാതെ വരുമ്പം ഇവിടെ ഈ ഒരു സംഭവത്തിന്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോവാണ്. മനസ്സിലായോ? അതിന്റെ ഒരു പവർ നമുക്ക് കിട്ടുന്നില്ല, കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്നില്ല. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അതായത് നമുക്ക് ശരിക്കും അത് പേഴ്സണലി പറ്റുന്നില്ല, നമുക്കത് ഉള്ളിലേക്ക് കിട്ടുന്നില്ല. കാരണം ഇമോഷണലി നമ്മളെ അത് അത് തന്നെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ഓം പ്രകാശാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് AR റഹ്മാന്റെ പൂണ്ടുവിളയാട്ടം. അത് ഒരു ഇന്റർവൽ ബ്ലോക്ക്, ഒരു രക്ഷയില്ലാത്ത ഇന്റർവൽ ബ്ലോക്ക് ആട്ടോ. സീന് ഗംഭീര ഇന്റർവൽ ബ്ലോക്ക് ആണ്. ആ ടൈമില് ഒരു കയറ്റമുണ്ട് AR റഹ്മാന്റെ BGM കൂടി. അതൊരു മാരക സാധനമാണ്. അതിനുശേഷം പിന്നെ ക്ലൈമാക്സിലേക്ക് ഒരു സോങ് വരുന്നുണ്ട്, അതും ഭീകരമാണ്. അങ്ങനെ AR റഹ്മാൻ തകർത്ത് വാരിയിട്ടുണ്ട്. ഈ തുടക്കത്തിലെ ഉള്ള കുറച്ച്
ഈ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇൻട്രോൽ ബ്ലോക്കോട് അനുബന്ധിച്ച് ഭയങ്കരമായിട്ട് പവർ ആവും. പിന്നെ ഫസ്റ്റിൽ കുറച്ച് അത് അങ്ങനെ നമുക്കിങ്ങനെ ബിൽഡപ്പ് തരുന്നതാണ്, ക്യാരക്ടർ ബിൽഡപ്പ് ഇങ്ങനെ തരുന്നതാണ്. അതിനുശേഷം ഇന്റർവെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു പവറാണ് സാധനം. ഈ പവറിലൊക്കെ പോകുന്നുണ്ട്, സിനിമ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ ഈ കണക്ഷൻ അത് നമ്മളെ ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നി. അത് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയണം ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹെയ്നാണ് ഫസ്റ്റ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഞെട്ടിപ്പോയി ഞാൻ. പീറ്റർ ഹെയ്ൻ അത് നമ്മളിപ്പോ ഇപ്പൊ അടുത്ത് പീറ്റർ ഹെയ്ന്റെ ഇടിയൻ ചന്തു കണ്ടതാണ്. അതില് പീറ്റർ ഹെയ്ൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പരസ്പരം ഇരുന്ന് പറഞ്ഞു ഇത് പീറ്റർ ഹെയ്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇരുന്ന് ഇടിയൻ ചന്തു പീറ്റർ ഹെയ്ൻ. അപ്പൊ ആ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് രസമായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്തിരിക്കുന്ന അറിയോ. ഭയങ്കരമായിട്ട് നന്നായിട്ട് വയലൻസ്, എ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കൂല, അത്രയ്ക്ക് വയലൻസ് കാണിക്കുന്നുണ്ട്. അത് കാണേണ്ട സാധനം തന്നെയാണ് കേട്ടോ ഫൈറ്റ്. ധനുഷിന്റെ ഒരു വെപ്പണൊക്കെ ഉണ്ട്, അതൊരു പ്രത്യേക ഒരു സാധനം. അതൊക്കെ ഗംഭീരമായിട്ടാണ് അത് വെച്ചിട്ട് ചെയ്യുന്നതും ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് ധനുഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മലയാളികളായിട്ട് അപർണ ബാലമുരളി, കാളിദാസ് ജയറാം, പിന്നെ മറ്റേ വേറെ ആളും കൂടി ഉണ്ട്. ആളുടെ പേര് ഞാൻ മറന്നു. രണ്ടുപേർക്കും നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അതായത് കാളിദാസ് ജയറാമിനും ഉണ്ട്, നമ്മുടെ അപർണ ബാലമുരളിക്കും ഉണ്ട്. നന്നായിട്ട് നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാമായിരുന്നു എന്ന് തോന്നി കുറച്ചും കൂടി. സമയമില്ലാത്തോണ്ടേ ഈ സ്ക്രിപ്റ്റ് ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാനുള്ള സമയം അതുകൊണ്ടായില്ലല്ലോ. ശരിയാ, ഡയറക്ഷൻ ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് അഭിനയിക്കാൻ പോകണം, ഇതെല്ലാം ചെയ്യണം. എന്താണെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ചേട്ടനും അനിയന്മാരും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഇടയ്ക്ക് കയറി വരുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാലും കുറച്ച് എനിക്കൊരു നെഗറ്റീവ് മറ്റൊന്ന് തോന്നിയൊരു സാധനമാണ് കുറച്ച് ഈ ഒരു പാസം, തങ്കച്ചി പാസം ഒരു ഇത്തിരി അല്പം കൂടിപ്പോയോ. എന്നാൽ അത് എനിക്ക് തോന്നുന്നു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതായിരിക്കാം. പക്ഷെ അത് എനിക്ക് പേഴ്സണലി കുറച്ച് കൂടിയതായിട്ട് തോന്നിപ്പോയി. ബാക്കിയെല്ലാം ഏത് മേക്കിംഗ് കൊണ്ട്, മ്യൂസിക് കൊണ്ട്, ഫൈറ്റ് കൊണ്ട്, സിനിമാറ്റോഗ്രാഫി കൊണ്ട്, എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. എന്താണെങ്കിലും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയിട്ട് കാണണം ഈ സിനിമ, കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്താണെങ്കിലും റേറ്റിംഗിലേക്ക് വരാം, 6 out of 10. സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. കാരണം ഇത് എൻ്റെത് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇനി എല്ലാവർക്കും അതേപോലെ ആണെന്നില്ലല്ലോ സിനിമ ആണെന്നുള്ളത്, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കാം. ഇതിന്റെ ഞാൻ പറഞ്ഞ കണക്ഷനൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്കും അത് ഒരു വിഷയം പോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും സിനിമ കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.